നമുക്കിനി സംസ്ഥാനത്തിന്റെ പൊതു സാഹചര്യങ്ങൾ പരിശോധിക്കാം. അപകടക്കെണിയായ പലയിടങ്ങളിലും നമ്മുടെ പൊതുനിരത്തുകളിലുണ്ട്. അത് ദേശീയ പാതകളിലാവട്ടെ, സംസ്ഥാന പാതകളിലാവട്ടെ, നഗരമധ്യങ്ങളിലാവട്ടെ, ഇത്തരം ഇടങ്ങളുണ്ട്. അത്തരം ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ പത്തനംതിട്ടയിൽ നിന്നും കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ പ്രധാനമായും അപകടമുണ്ടാക്കുന്ന ഒരിടമുണ്ട്. നമുക്കറിയാം, കൊച്ചിയുടെ വികസനത്തിൽ നിർണായകമായിരുന്നു മെട്രോ റെയിൽ സർവീസ്. പക്ഷേ മെട്രോ റെയിൽ വന്നതോടുകൂടി മെട്രോ റെയിൽ പാളത്തിന് വേണ്ടിയുള്ള തൂണുകൾ പൊതുനിരത്തുകളിൽ, റോഡുകൾക്ക് മധ്യഭാഗത്തൂടെയാണ് ഈ തൂണുകൾ കടന്നു പോകുന്നത്. ഇത്തരത്തിൽ അശാസ്ത്രീയത ഉണ്ടാക്കുന്ന ഒരു ഇടമുണ്ട്. നിരന്തരമായ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് കൊച്ചിയിൽ, എറണാകുളത്ത് നഗരമധ്യത്തിൽ എളംകുളത്താണ് ഇത്തരമൊരു അപകടപാത, ഒരു തൂണ് നിൽക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം നോക്കാം. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ഡാനി, സ്വാഗതം ലൈവ് തോണിലേക്ക്. ഡാനി നിൽക്കുന്ന ഇടം, അത് പലപ്പോഴും നമ്മൾ തന്നെ വാർത്തകളിൽ കൊടുത്തിട്ടുള്ളതാണ്. അവിടുത്തെ അപകട ദൃശ്യങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചിട്ടുള്ളതുമാണ്. എന്താണ് ഈ മെട്രോ തൂൺ, എങ്ങനെയാണ് ഒരു അപകട കെണിയായി മാറുന്നത് അവിടെ? സജിത്ത്, ഞാനുള്ളത് കടവന്ത്രയിലാണ്. കടവന്ത്രയിലെ എളംകുളത്ത് നിന്ന് എളംകുളം മെട്രോ സ്റ്റേഷന്, അതോടൊപ്പം തന്നെ കടവന്ത്ര മെട്രോ സ്റ്റേഷനും ഇടയിലുള്ളൊരു 500 മീറ്ററോളം വരുന്ന ഭാഗം. ഇത് ഒരു റെഡ് സോൺ എന്ന രീതിയിൽ തന്നെ അത് അറിയപ്പെടുന്ന ഒരു മേഖലയാണ്. ഒട്ടനവധിയായ അപകടങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. ഇവിടെ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളടക്കം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, ഇവിടെ അപകട സാധ്യതാ മേഖല, വേഗത കുറച്ചു പോകുക എന്ന ഒരു മുന്നറിയിപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് പല ഭാഗങ്ങളിലും വെച്ചിട്ടുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടേക്ക് ക്യാമറ തിരിക്കുകയാണ്. ഇത് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ഭാഗമാണ്. അവിടെ നമുക്ക് കാണാം, അവിടെ ഒരു കർവുള്ളത്. അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ, അവിടെ ഒരു യു ടേൺ ഉണ്ട്, അവിടെയും ഒരു യു ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വാഹനങ്ങൾ കടന്നു പോകുന്നൊരിടമാണ്. പക്ഷേ ഇത് പലർക്കും കൃത്യമായ രീതിയിലൊരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഇല്ലാതെ വരുന്നു. ഇപ്പോൾ ഈ മെട്രോയുടെ ഒരു വളവനുസരിച്ച് തന്നെയാണ് അവിടെയും അത് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് വാഹനങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാം. വളരെ പെട്ടെന്ന് വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വരികയും ചെയ്യും. തിരിച്ചിവിടേക്ക് വരുമ്പോൾ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ആ യു ടേൺ ക്രമീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പോകുന്നതിന് അത് ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ വാഹനങ്ങളുടെ ഒരു വേഗത അപ്പുറത്തേക്ക് കാണുമ്പോൾ നമുക്ക് അവിടെ ആ വളവ് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇതിനനുസരിച്ചാണ് അത് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വാഹനങ്ങളുടെ ഒരു വിസിബിലിറ്റി അത് ചിലപ്പോൾ അത് കുറയുന്ന ഒരു കാഴ്ചയാണ് അത് ഉള്ളത്. അപ്പോൾ കൃത്യമായ വാഹനങ്ങളുടെ ഒരു കടന്നുപോക്ക്, കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. റോഡിന് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടും. അമിത വേഗത്തിലാണെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെടും. പല അപകടങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് റോഡിൽ പലയിടത്തായിട്ട് ഇപ്പോൾ ഈ രീതിയിൽ ചിപ്പ് ചെയ്ത്, അതായത് അതിന്റെ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലേക്ക് അത് ചിപ്പ് ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും ചിപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഈ വാഹനങ്ങൾ ഇവിടെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കുന്നത്. പല ഭാഗത്തും ഇതുപോലെ ക്രമീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇത്തരം ഈ രീതിയിലുള്ള കർവുകൾ പല ഭാഗത്തും രൂപപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അവർ തന്നെ നടത്തി, ഈ റോഡിൽ പഠനം നടത്തിയിട്ടുള്ളത് അവർ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയും, പല ഭാഗത്തും ഇതുപോലുള്ളൊരു റോഡ് ചിപ്പ് ചെയ്ത് നിർത്തി വാഹനങ്ങൾക്ക് വേഗത കുറയ്ക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണം നഷ്ടമാകാതിരിക്കുന്ന ഒരു രീതിയിലേക്കെല്ലാം എത്തിച്ചത് അതുകൊണ്ടാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ റോഡിന്റെ വളവ് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. റോഡ് അവിടേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ നിയന്ത്രണം, പൊതുവിൽ വേഗത കൂടുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതാണ്. പലപ്പോഴും ഈ വേഗത, നേരത്തെ അവിടെ ചർച്ചകൾക്കിടെ സൂചിപ്പിച്ചതുപോലെ, ആളുകൾ സ്വതവേ നിയന്ത്രണം പാലിക്കേണ്ട ഒരു ഘട്ടങ്ങളുണ്ട്. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല. പലപ്പോഴും അമിത വേഗം പലപ്പോഴും കാരണമാകും. അതോടൊപ്പം തന്നെയാണ് അശ്രദ്ധ അത് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരിക്കുന്ന അപകടങ്ങൾ കൂടുതലും പെട്ടിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങളാണ്. ഇതേപോലെ റോഡ് കുറുകെ അല്ലെങ്കിൽ റോഡ് യു ടേൺ എടുക്കാൻ നിൽക്കുന്ന വാഹനങ്ങൾ അത് കടന്നു വരുമ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളിൽ അതിൽ വില്ലനായിട്ടുള്ളത് പലപ്പോഴും സ്വകാര്യ ബസ്സുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത്തരം CCTV ദൃശ്യങ്ങളടക്കം പലപ്പോഴും വന്നിട്ടുണ്ട്. കാരണം വാഹനം ഇത് യു ടേണിലേക്ക് വരുമ്പോൾ സ്വകാര്യ ബസ്സുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വരുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് പലപ്പോഴും അപകടത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അത്തരം വിലയിരുത്തലുകളാണുള്ളത്. ഏതായാലും ഈ ഒരു മേഖല അപകടത്തിന്റെ, കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്.
പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നിടമാണ് സജിത്ത. യെസ്, ഡാനി സൂചിപ്പിച്ചതുപോലെതാണ് കൊച്ചി നഗരത്തിൽ നഗരമധ്യത്തിൽ തന്നെ ഒരു അപകട കെണിയുണ്ട്. അതാണ് ഞങ്ങൾ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിയത്. കടവന്ത്ര ജംഗ്ഷന് സമീപം തന്നെയുള്ള ആ മെട്രോ തൂണും അതിന്റെ സമീപത്തും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചിയിലെ യാത്രക്കാർ ശ്രദ്ധിക്കുക എന്ന് മാത്രമല്ല, കൊച്ചി അത്ര പരിചിതമല്ലാത്ത മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്.